ഇനി കുറച്ചുകൂടി കൂടുതൽ നിങ്ങൾക്ക് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ ഇതിന് തന്നെ ന്യൂമാറ്റിക് മെഷീൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ കൈ കൊണ്ടൊന്നും പ്രസ് ചെയ്ത് താത്തേണ്ട ആവശ്യമില്ല. ബോട്ടിൽസ് വെച്ച് കൊടുത്ത് നമ്മളുടെ സ്വിച്ച് അമർത്തിയാൽ മതി. ന്യൂമാറ്റിക്കലി അതിനെ പ്രസ് ചെയ്ത് നമുക്ക് ഈ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് മെഷീൻസ് അവൈലബിൾ ആണ്. കൺവെയറിനകത്ത് നമ്മളുടെ ബോട്ടിൽസ് പ്ലേസ് ചെയ്യുക, കൺവെയറിൽ മൂവ് ചെയ്യുന്നതിനിടയിൽ നമ്മളുടെ ഇതേപോലെ തന്നെ ലേബൽ വന്ന് ഇതിനകത്ത് ഒട്ടി പോകുന്നതാണ്. അതിലും നമുക്ക് ബാച്ച് കോഡ് കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്യാം. ഒരു 2 lakh rupees ആ റേഞ്ചിലൊക്കെയാണ് നമുക്ക് ഈ ടൈപ്പ് മെഷീൻസ് വരുന്നത്. ഇതെല്ലാം റൗണ്ട് ബോട്ടിൽസിൻ്റെ പറഞ്ഞത്. ഇതിൻ്റെ തന്നെ നമുക്ക് ഫ്ലാറ്റ് ബോട്ടിൽസിന് പറ്റുന്നുണ്ട്. ഫ്ലാറ്റ് ബോട്ടിൽസിൽ ചെയ്യാവുന്ന മാനുവൽ ടൈപ്പ് മെഷീൻസ് അവൈലബിൾ ആണ്. ഒരു 1.5 lakhs മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് ആകുമ്പോൾ നമുക്ക് ഇതേപോലെ ബോട്ടിൽ വെച്ച് കൊടുത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് അതിൽ നിന്നൊരു സ്റ്റിക്കർ എടുത്ത് മെഷീൻ തന്നെ ഇതിൻ്റെ പ്രോപ്പർ പ്ലേസിൽ കൊണ്ടുവന്ന് ഒട്ടിച്ച് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. ഈ 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെഷീൻസാണ് നമുക്കുള്ളത്. ഇത് കൂടാതെ തന്നെ നമുക്ക് സ്ക്വയർ ബോട്ടിൽ വട്ടത്തിൽ ഒട്ടിക്കാൻ പറ്റുന്ന മെഷീൻസും നമുക്ക് അവൈലബിൾ ആണ്. അതൊക്കെ വരുമ്പോഴേക്കും നമുക്കൊരു 4 ലക്ഷം 5 ലക്ഷം ആ റേഞ്ചിനകത്തോട്ടൊക്കെ വരും. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഷേപ്പിലുള്ള കാര്യങ്ങൾ ഒട്ടിക്കാം. ഇതിനകത്ത് നമുക്ക് കൺസ്ട്രെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേപ്പേർഡ് ആയിട്ടുള്ള പ്രത്യേക ഷേപ്പിലുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ ചെയ്യുന്നതിന് ചില കൺസ്ട്രെയിൻസ് ഉണ്ട്. അതൊക്കെ നമ്മളായിട്ട് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സൊല്യൂഷൻ ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും.